റിലിജൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ദിവസങ്ങളിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സയണിസം. എന്താണ് സയണിസം? എന്തിനു വേണ്ടിയാണ് സയണിസ്റ്റ് ഓർഗനൈസേഷൻ ആരംഭിച്ചത്? സയണിസത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇവയാണെന്ന് നമ്മൾ പരിശോധിക്കുന്നു. പലസ്തീനിൽ ഒരു യഹൂദ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനും നിലനിർത്തുവാനുമുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചു പോരുന്ന യഹൂദ ദേശീയ പ്രസ്ഥാനം എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക സയണിസത്തെ നിർവചിച്ചിരിക്കുന്നത്. 1948 മെയ് 14 ഇസ്രയേൽ എന്ന രാജ്യം പിറവി എടുത്തതോടെ അവർ ഏകദേശം ലക്ഷ്യത്തിൽ എത്തി. ചില ലോക സംഭവങ്ങളാണ് ഈ സംഘടന രൂപീകരിക്കുവാൻ കാരണമായി തീർന്നത്. 1895 ഒരു സൈനിക കോടതിയുടെ കോർട്ട് മാർഷൽ ചടങ്ങിൽ വിയന്നയിലെ ഒരു പത്രപ്രവർത്തകനും ആസ്ട്രോ ഹംഗേറിയൻ വംശത്തിൽപ്പെട്ട യഹൂദനുമായ തിയോഡർ ഹെർസൽ സന്നിഹിതനായിരുന്നു. ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു യഹൂദനായ ക്യാപ്റ്റൻ ഫ്രൈഡസിൻ്റെ മേൽ വ്യാജമായി രാജ്യദ്രോഹ കുറ്റം ചുമത്തി പരസ്യമായി ശിക്ഷ വിധിക്കുവാൻ ജനമധ്യത്തിൽ കൊണ്ടുവന്നു. ജനമധ്യത്തിൽ നിൽക്കുന്ന ഫ്രൈഡസിനെ നോക്കി ഫ്രഞ്ച് ജനത ആർത്തു വിളിച്ചു പറഞ്ഞു, അവൻ ഒരു യഹൂദനാണ്, അവനെ കൊല്ലുക. ഈ സംഭവം ഒരു യഹൂദൻ കൂടിയായ ഹെർസലിനെ ഞെട്ടിച്ചു. ഫ്രഞ്ച് ജനത ഒരു വ്യക്തിയുടെ രക്തത്തിനു വേണ്ടി അല്ല, മറിച്ച് ഒരു യഹൂദന്റെ രക്തത്തിനു വേണ്ടിയാണ് ദാഹിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ഹെർസൽ വല്ലാതെ അസ്വസ്ഥനായി. ക്യാപ്റ്റൻ ഫ്രൈഡസിന്റെ പേരിൽ ചുമത്തിയ കുറ്റം വ്യാജമാണെന്ന് തെളിഞ്ഞെങ്കിലും അദ്ദേഹത്തെ സൈനിക കോടതി നാടുകടത്തി. ഹെർസൽ വളരെ വിഷമത്തോടു കൂടിയാണ് ആ ചടങ്ങിൽ നിന്നും മടങ്ങിയത്. അദ്ദേഹം യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും പിന്നീട് സഞ്ചരിച്ചു. യൂറോപ്പിലെ യഹൂദന്മാരുടെ ദയനീയ അവസ്ഥ ഒരു പത്രപ്രവർത്തകനായ ഹെർസലിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ ദുരവസ്ഥയിൽ നിന്നും യഹൂദ ജാതിയെ രക്ഷിക്കുവാൻ എന്താണ് മാർഗം എന്ന് അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി. ഈ ചിന്തയുടെ ഫലമാണ് പിന്നീട് സയണിസം എന്ന സംഘടന രൂപമെടുക്കാൻ കാരണം. നൂറ്റാണ്ടുകളായി ചിതറിപ്പാർക്കുന്ന, സ്വന്തമായി ഒരു നാടില്ലാത്ത അന്യരാജ്യങ്ങളിൽ അനീതിയും പീഡനങ്ങളും അനുഭവിക്കുന്ന യഹൂദ ജാതിക്ക് സ്വന്തമായി ഒരു രാജ്യം പലസ്തീനിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി ലോകത്തുള്ള എല്ലാ യഹൂദരുടെയും ദേശീയ ബോധത്തെ തട്ടിയുണർത്തിയ ഒരു പ്രസ്ഥാനം കൂടിയായിരുന്നു സയണിസം. സയണിസത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, പ്രവർത്തന രീതി, പ്രവർത്തന മേഖല മുതലായവ സംബന്ധിച്ച് തിയോഡർ ഹെർസൽ യഹൂദ രാഷ്ട്രം എന്ന പേരിൽ 100 പേജിൽ കവിയുന്ന ഒരു പ്രബന്ധം തയ്യാറാക്കി. യഹൂദൻ വിചാരിച്ചാൽ അവന് സ്വന്തമായി ഒരു രാഷ്ട്രം നിർമ്മിക്കാം എന്നാരംഭിക്കുന്ന ഈ പ്രബന്ധം എല്ലാ യഹൂദ സംഘടനകൾക്കും, യഹൂദ നേതാക്കന്മാർക്കും, എല്ലാ യഹൂദ ബുദ്ധിജീവികൾക്കും ഹെർസൽ അയച്ചു കൊടുത്തു. 2 വർഷത്തിന് ശേഷം 1897 അഖില ലോക സയണിസ്റ്റ് സമ്മേളനം സ്വിറ്റ്സർലൻഡിൽ അദ്ദേഹം വിളിച്ചുകൂട്ടി. സയണിസത്തിൻ്റെ ആരംഭമായിരുന്നു ഈ സമ്മേളനം. യഹൂദിൻ്റെ പഴയകാല ചരിത്രം വ്യക്തമാക്കുന്ന യെരുശലേമിൻ്റെ പേരായ സിയോൺ, അതായത് സയൺ എന്ന പേരാണ് ഈ പ്രസ്ഥാനത്തിന് കൊടുത്തത്. അങ്ങനെ വേൾഡ് സയണിസ്റ്റ് ഓർഗനൈസേഷൻ രൂപം പ്രാപിച്ചു. ഈ സമ്മേളനത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ സംബന്ധിച്ചിരുന്നു. തുടർന്ന് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതിന് വേണ്ടി ഒരു അന്തർദേശീയ പ്രവർത്തന സമിതി രൂപീകരിച്ചു. ഈ സമ്മേളനത്തിൽ വെളുപ്പും നീലയും കലർന്ന പതാക ഇസ്രയേലിൻ്റെ ദേശീയ പതാകയായും പ്രത്യാശ അഥവാ ഹതിക്വ ഇസ്രയേലിൻ്റെ ദേശീയ ഗാനമായും അംഗീകരിച്ചു. തുടർന്ന് ഈ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അത് സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അത് ഇപ്രകാരമാണ്: 1.
പലസ്തീനിൽ യഹൂദന്റെ പുനരധിവാസത്തിനു വേണ്ടി ഒരു ദേശീയ ഫണ്ട് ആരംഭിക്കുക. 2. പലസ്തീനിൽ യഹൂദന്മാർക്ക് സ്ഥലം വാങ്ങുന്നതിന് ഒരു ലാൻഡ് ബാങ്ക് ആരംഭിക്കുക. 3. നിയമാനുസൃതമായും അല്ലാതെയും യൂറോപ്പിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൻതോതിൽ യഹൂദ കുടുംബങ്ങളെ പലസ്തീനിൽ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ കുടിപാർപ്പിക്കുക. 4. നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പലസ്തീനിലെ തരിശുഭൂമി കൈവശപ്പെടുത്തി നന്നാക്കിയെടുക്കുക. 5. ലാൻഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി കഴിവുള്ളിടത്തോളം ഭൂമി അറബികളിൽ നിന്നും വില കൊടുത്തു വാങ്ങുക. 6. അറബികളുമായി ഒരു സംഘടനം ആവശ്യമായി വന്നാൽ അതിനാവശ്യമുള്ള പടക്കോപ്പുകളും യുദ്ധ ഉപകരണങ്ങളും ശേഖരിക്കുക, ഒരു സായുധ സേനയെ വളർത്തിയെടുക്കുക എന്നിവ ആയിരുന്നു. ഈ സംഘടനയുടെ പ്രവർത്തന ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്ന യഹൂദ ജനത പലസ്തീനിലേക്ക് വൻതോതിൽ കുടിയേറി പാർക്കുകയും 1948 മെയ് 14 യഹൂദന്മാർക്കു വേണ്ടി ഇസ്രയേൽ എന്ന ഒരു രാജ്യം ഔദ്യോഗികമായി രൂപം പ്രാപിക്കുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.